ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പക്ക പച്ചടിയാണ്. കപ്പക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പായ ഇല്ലേ, അതിന് പപ്പായ എന്ന് വിളിക്കും. ചില സ്ഥലത്തെല്ലാം വേറെ ഏതോ ഒരു പേരിട്ട് വിളിക്കലുണ്ട്, അതേതാന്ന് അറിയില്ല. പിന്നെ നമ്മളിവിടെയെല്ലാം കപ്പക്ക എന്നാണ് വിളിക്കൽ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വളരെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കപ്പക്കയെല്ലാം ചെറുതായി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പക്ക എടുത്തിട്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി എടുത്താൽ ഒരുപാട് ആവും, അതുകൊണ്ട് ഒരു ചെറിയ കപ്പക്ക എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് വറ്റിച്ചെടുക്കാൻ പ്രയാസമാവും. ഇനി നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം തീ കത്തിച്ചിട്ട്. ഇനിയിപ്പോൾ ആ കപ്പക്കയുടെ കഷ്ണമൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാൻ എടുത്തത് അരക്കപ്പ് തേങ്ങ എടുക്കണം. പച്ചടിക്ക് ഇച്ചിരി തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തൈരും പിന്നെ നമ്മൾക്ക് എത്രയാണോ പുളി വേണ്ടുന്നത് അതിന് കണക്കായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ അരച്ചെടുത്തിട്ട് വരാം. തൈര് ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് തേങ്ങ അരച്ച ശേഷം ലാസ്റ്റ് കുറച്ച് കടുവും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇപ്പോൾ കപ്പക്കയെല്ലാം പിന്നെ നന്നായി വെന്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി വെള്ളം ഒന്ന് ബാക്കിയുണ്ട് കണ്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ബാക്കിയുണ്ട്. അത് നമുക്ക് ഈ തീ കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കപ്പക്ക വെന്ത് വന്ന ശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഉണ്ടായിന്. അതെല്ലാം ഞാൻ തീ കൂട്ടിയിട്ട് പിന്നെ എല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പക്ക നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ, വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം അരപ്പ് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ചൂടിലിരിക്കുമ്പോൾ തന്നെ അരപ്പ് ചേർക്കരുത് കേട്ടോ. അപ്പോൾ വേവിച്ച കപ്പക്കെല്ലാം നന്നായി ചൂടാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പം ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവിട്ട് കൊടുക്കാനായി ഞാൻ എടുത്തത് പിന്നെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് 1 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വറവ് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വറവിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ലേശം തേങ്ങ ചിരവിയതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റുള്ള കപ്പക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കപ്പക്ക കിട്ടുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ മുറ്റത്തുണ്ടാവുമല്ലോ കപ്പക്ക. അപ്പോൾ അതൊക്കെ പറിച്ച് ഇതുപോലെ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.